ഇപ്പോൾ 49 വർഷമായി സിനിമയിൽ. ഇപ്പോൾ 2 ദിവസമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ എം ടി വാസുദേവൻ നായരുടെ പരിപാടിക്ക് നടന്ന ഒരു ആസിഫ് അലിയും തമ്മിലുള്ള പ്രശ്നം. അതിനെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം? അതിനെക്കുറിച്ച് ഞാൻ എന്ത് അഭിപ്രായം പറയാനാണ്? മലയാള സിനിമയിൽ ഹൈറാർക്കി ഉള്ളത് കൊണ്ടാണോ? അല്ല, ഇതിലെന്താണെന്ന് പറയുക, എല്ലാ കാര്യം ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, അതാണ് അതിൻ്റെ കറക്റ്റായുള്ള പദം. അതേ ഇതിനകത്ത് പറയാനുള്ളൂ. നമ്മൾ അങ്ങോട്ട് ബഹുമാനം കൊടുക്കുക, ഇങ്ങോട്ട് ബഹുമാനം കിട്ടണമെങ്കിൽ. അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി വലിയ ജാട കളിച്ചിട്ട് അവൻ നമ്മളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുമ്പിൽ അങ്ങനെ അഭിനയിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവനോട് പോയി പണിയോക്കാൻ പറ, ചവറെന്ന് പറയും. അത്രയേ ഉള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. ആ ബുദ്ധിയില്ലാത്തവർ വല്ലതൊക്കെ കാണിച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിൽ എന്ത് പ്രതികരിക്കാനാണ്? നമ്മൾ എന്ത് അഭിപ്രായം പറയാനാണ് ഇതിൽ? നമുക്ക് നമ്മുടെ അനുജനാണല്ലോ ആസിഫ് അലി. നമ്മുടെ അമ്മയിലെ ഞാനൊരു കലാകാരനാണ്, ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളാണ്. ആസിഫ് എൻ്റെ ഒരു അനുജനാണ്. ആസിഫിനെ ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിന് ഫീൽ ചെയ്യും, മമ്മൂക്കയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, ലാലിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഫീൽ ചെയ്യും. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ആസിഫ് അലി ഒരു യങ് ആക്ടറാണ്. നമ്മുടെ ഡയറക്ടർ ആയിരുന്നെങ്കിലും ആസിഫ് അലിയുടെ ഇത് മേടിക്കാനാണ് പുള്ളിക്ക് മടി ഉണ്ടായിരുന്നത്. മ്യൂസിക് ഡയറക്ടർ നാരായണൻ. അതെന്തിനാണ്? ആസിഫ് അറിയപ്പെടുന്ന ഒരു നടനല്ലേ, അയാളുടെ കഴിവ് തെളിയിച്ച ഒരാളല്ലേ. അതുകൊണ്ട് എന്താ കുഴപ്പം? വർഷങ്ങളായ ഒന്നുമില്ലാത്തവരിൽ നിന്ന് മേടിക്കുന്നതിൽ നല്ല വന്ന ഉടനെ നല്ല രീതിയിൽ ഉയർന്നു വന്ന ഒരാളിൽ നിന്ന് മേടിക്കില്ലല്ലേ. അതൊക്കെ ബുദ്ധിമോശമല്ലേ ഈ പറയുന്നത്? അതിലൊന്നും കാര്യമില്ലല്ലോ. നമ്മൾ അവാർഡ് എന്ന് പറഞ്ഞാൽ അവാർഡിനാണ് അതിൻ്റെ വാല്യൂ, കൊടുക്കുന്ന ആൾക്കല്ല. അത് ചിന്തിക്കാനുള്ള സ്വയം ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ ഈ മെച്യൂരിറ്റിയിൽ ഒരു കാര്യമില്ല. നമ്മൾ വളർന്ന് കുറേ പ്രായമായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലും ഇപ്പോഴും ആ കുട്ടിത്തം നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വി കനോട്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. അത്രയേ ഉള്ളൂ. ഇതേപോലെ എന്തെങ്കിലും അനുഭവം താങ്കളുടെ ഇതുവരെയുള്ള ഒരു കരിയറിൽ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. ഞാൻ ഇവിടുന്ന് ഞാൻ പറഞ്ഞ ഈ കാതിൽ നിന്ന് കേട്ട് ആ കാതിൽ നിന്ന് വിടും, അല്ലെങ്കിൽ അത് ഇവിടുന്ന് കണ്ട് അവിടെ നിന്ന് വിടും. എന്ത് റെസ്പോണ്ട് ചെയ്യാനാണ് ഇതൊക്കെ? നമുക്ക് ബഹുമാനം തരേണ്ടവർ തരും, തരാത്തവർ തരില്ല. സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അപ്പം കണ്ടവൻ അപ്പൻ. നല്ല 2 സിനിമ വന്ന് സക്സസ് ആയിക്കോട്ടെ, എല്ലാവരും പുറകെ ഉണ്ടാവും. അതാണ് സിനിമ. സിനിമയുടെ സ്വഭാവം തന്നെ അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നാസർക്ക ഒരു 2 സിനിമ വന്ന് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നാസർക്ക എന്ന് പറഞ്ഞ് പറയാൻ നടക്കും. ഇല്ലേ, ഒരാൾ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ തന്നെയാണ്. പിന്നെ പ്രായവും പക്വതയും ഇത്ര കാലത്തെ എക്സ്പീരിയൻസും എല്ലാം വെച്ച് സ്റ്റിൽ ബഹുമാനം തരുന്ന കുറേയധികം ആൾക്കാർ ഇൻഡസ്ട്രിയിലുണ്ട്. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഇനി തന്നില്ലെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ രമേശ് നായരുടെ സ്ഥാനത്ത് താങ്കളായിരുന്നെങ്കിൽ എങ്ങനെയാണ് നേരിട്ടേ? അത് ആ സമയത്ത് ഉണ്ടാവുന്ന വികാരങ്ങളല്ലേ അനിയ. അതിപ്പോൾ നമ്മളെങ്ങനെ പറയൂ? അത് ആ മനുഷ്യരല്ലേ, മനുഷ്യർക്ക് വികാരങ്ങൾ ഉണ്ടാവുന്ന എന്താണ്? ആ നിമിത്തത്തിലാണ്, ആ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ നമുക്ക് ചിന്തിച്ചെടുത്ത് പറയാൻ പറ്റുമോ? ഞാൻ അപ്പോഴായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു, എന്നോ അത് പറഞ്ഞാൽ വെറുതെ ബോറാ, അത് ശരിയുമല്ല. അതാ സമയത്ത് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കാം, ചിലപ്പോൾ നമ്മൾ വളരെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി പോവാം. ഇപ്പം മമ്മൂക്കയുടെ പല സ്വഭാവങ്ങളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും വർഷത്തെ ബന്ധങ്ങൾ വെച്ചിട്ട് അദ്ദേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി അത് മൈൻഡ് ചെയ്യില്ല. ഈ നോട്ട് മൈൻഡ്, ആ പോട്ടെ, അത് അങ്ങനെ വിട്ടിട്ട് പോകും. പിന്നെ ചെയ്ത ആൾക്ക് ചിലപ്പോൾ അത് വിഷമം തോന്നും, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലോ. അപ്പം അതാണ് അതിൻ്റെ കറക്റ്റ് എന്നാണ് ഞാൻ പഠിച്ചത് അദ്ദേഹത്തിൽ നിന്ന്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയും? സോറി അല്ലാണ്ട്. മനുഷ്യരല്ലേ, തെറ്റ് ചെയ്യാത്ത ഏത് മനുഷ്യനാണ് ലോകത്തുള്ള? നമ്മളെല്ലാവരും തെറ്റ് ചെയ്യാറുണ്ട്. തെറ്റ് സംഭവിച്ചു പോയി, പിന്നെ അതിന് എന്താ ഒരു പരിഹാരം? സോറി, പറ്റിപ്പോയി, ക്ഷമിക്കുക. അത് ക്ഷമിച്ച് കൊടുക്കണമെന്നുള്ളതാണ് ഈ മറ്റേ ഓപ്പോസിറ്റ് ആളുടെ വില. കാരണം നമ്മൾ ദൈവം തമ്പുരാനെ, ദൈവമേ എന്നോട് പൊറുക്കണേ, എനിക്ക് ക്ഷമിച്ച് തരണേ. അദ്ദേഹം അത് ക്ഷമിച്ച് തരണമെങ്കിൽ എനിക്ക് നിങ്ങൾ ക്ഷമിച്ച് തരാനുള്ളൊരു മനസ്സുണ്ടാവണം. എന്നാലേ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനും ആ ക്ഷമ കിട്ടാനും അർഹതയുള്ളൂ. പ്രിയപ്പെട്ട ഓഡിയൻസിനോട് അഭ്യർത്ഥിക്കാനുള്ള ഇതുപോലെ നല്ല ചെറിയ ചെറിയ സിനിമകൾ പോയി കാണുക, അത് സ്വീകരിക്കുക, അത് വിജയമാക്കി മാറ്റുക. എന്നാലേ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരുള്ളൂ, നല്ല നല്ല സബ്ജക്ട്സ് വരുള്ളൂ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രേക്ഷകരോടെല്ലാം വിനയമായിട്ട് കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഇതൊരു വൻ വിജയമാക്കി മാറ്റണം. താങ്ക് യു. ഡയറക്ടർ വരുമല്ലോ. ഡയറക്ടർ ചിലപ്പോൾ ഒന്ന് ചെറിയൊരു ഭയം കൊണ്ടായിരിക്കാം മാറി നിൽക്കുന്നത്. ഡയറക്ടർ വരും.
ഭയപ്പെടാനുള്ള ഒരു സബ്ജക്റ്റ് ആണോ? അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സിനിമ ചിലപ്പം അതിനകത്ത് ചില കോൺട്രവേഴ്സീസ് ഉണ്ടാവാം, എന്താണെന്നറിയില്ല. അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിനെ അറിയുള്ളൂ, എനിക്കറിയില്ല. ഓരോരോ ആൾക്കാർ അവരവരുടെ ഡിസിഷൻസ് എടുക്കുകയല്ലേ. അതെ. അപ്പം അത് അദ്ദേഹം തീരുമാനിക്കണം എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ താങ്കൾ പറഞ്ഞൊരു ഗംഭീര വിജയമാവട്ടെ. ഇനി യെസ്, 50ാമത്തെ വർഷമാണ് വരാൻ പോകുന്നത്. ഒരുപാട് നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്. എല്ലാവരും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകട്ടെ. എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. താങ്ക് യു.